നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. About nutrition and sanitation. ആശാസമരം പാർലമെന്റിൽ രാജ്യസഭയിൽ ഉന്നയിച്ച BJP നേതാവ് രേഖ ശർമ്മ. പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്രം ഇടപെടണമെന്നും ആവശ്യം. പിന്നാലെ ലോക്സഭയിൽ ഉന്നയിച്ച് ശശി തരൂരും KC വേണുഗോപാലും VK ശ്രീകണ്ഠനും. 29ാം ദിവസത്തിലേക്ക് കടന്ന് ആശാവർക്കർമാരുടെ സമരം. സംസ്ഥാന സമ്മേളനത്തിനു പിന്നാലെ CPM-നുള്ളിൽ അതൃപ്തിയുടെ വെടിക്കെട്ട്. വീണ ജോർജിനെതിരായ നിലപാടിൽ ഉറച്ച് A. പത്മകുമാർ. പാർട്ടി ഉന്നത ഘടകങ്ങളിലേക്ക് പരിഗണിക്കുമ്പോൾ മന്ത്രി എന്നത് മാത്രം മാനദണ്ഡമാക്കരുത്. വീണ ജോർജ് പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നും രൂക്ഷ വിമർശനം. പാർട്ടി സംസ്ഥാന കമ്മിറ്റി പോലൊരു ഘടകത്തിലേക്ക് എടുക്കുമ്പോൾ അത് മാത്രമാകരുത് മാനദണ്ഡമെന്നേ പറഞ്ഞുള്ളൂ. കാരണം വർഷങ്ങളായി പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ബാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ മറുപടി പറയുമ്പോൾ ഒരു പത്മകുമാറിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പത്മകുമാർ മാത്രമല്ല, ആ മാനസികാവസ്ഥയുള്ള ഒട്ടേറെ പേരുണ്ടാവും. പാർട്ടി ജില്ലാ കമ്മിറ്റി ഭരിച്ച P. ജയരാജന് വെട്ടുകിട്ടിയത് സ്വന്തം തട്ടകത്തിൽ നിന്ന്. സെക്രട്ടേറിയറ്റ് പ്രവേശനത്തിന് തടസ്സമായത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കത്ത്. M. സ്വരാജിന്റെ പ്രതിഷേധ ഫേസ്ബുക്ക് പോസ്റ്റ് വാട്സപ്പ് സ്റ്റേറ്റസ് ആക്കി P. ജയരാജന്റെ മകൻ ജെയിൻ രാജ്. CPM പിണറായി പാർട്ടിയായെന്ന് ആക്ഷേപം. ഇടുക്കി പരുന്തുംപാറയിൽ കുരിശ് നാട്ടി ഭൂമി കയ്യേറ്റം. നിർമ്മാണം സ്റ്റോപ്പ് മെമ്മോയും കളക്ടറുടെ ഉത്തരവും ലംഘിച്ച് നടപടിയെടുക്കാതെ അധികൃതർ. ജനം ബ്രേക്കിംഗ്. ഹിന്ദു ഐക്യം തകർക്കാൻ ശ്രമമെന്ന വെള്ളാപ്പള്ളി നടേശൻ. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വിവാദത്തിനു പിന്നിൽ ഐക്യം തകർക്കാൻ ഇറങ്ങിയ കുലംകുത്തികൾ. കഴകക്കാരന്റെ നിയമനവുമായി സഹകരിച്ചില്ലെങ്കിൽ തന്ത്രിമാർക്കെതിരെ നടപടിയെന്ന് ദേവസ്വം ബോർഡ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളുടെ ഐക്യം ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടം. ആ ഹിന്ദു ഐക്യത്തെ തകർക്കുവാൻ ഒരു കുലംകുത്തിയായിട്ട് ഇറങ്ങി തിരിച്ചവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷങ്ങളും. കാസർകോട്ടെ 15-കാരിയുടെ മരണത്തിൽ ആഭ്യന്തര വകുപ്പിനെ മുൾമുനയിൽ നിർത്തി ഹൈക്കോടതി. നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരെന്നോർക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഉടൻ ഹാജരാകാനും കർശന നിർദ്ദേശം. താനൂരിലെ പെൺകുട്ടികൾ നാടുവിട്ട സംഭവത്തിൽ കേരള പോലീസ് വീണ്ടും മുംബൈക്ക്. ബ്യൂട്ടി പാർലർ കേന്ദ്രീകരിച്ച് അന്വേഷണം. മുംബൈയിൽ സഹായിച്ചതാരെന്നും അന്വേഷിക്കും. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ ഇടപെട്ട് ഗവർണർ. മുഖ്യമന്ത്രിയെ വിളിപ്പിക്കും. DGPയോട് റിപ്പോർട്ട് തേടി. നിലവിലെ സാഹചര്യവും സ്വീകരിച്ച നടപടികളും വിശദീകരിക്കണം. ആഭ്യന്തര വകുപ്പിനെ നോക്കുകുത്തിയാക്കി സംസ്ഥാനത്ത് ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം. A. പത്മകുമാറിനെ അനുനയിപ്പിക്കാൻ CPM ജില്ലാ നേതൃത്വം. CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിൽ എത്തി. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകുന്നു. ആദ്യം മിഥുൻ മുരളിയും ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ഇനി അനുനയിപ്പിക്കൽ ശ്രമം തന്നെയാണ്. A. പത്മകുമാർ പരസ്യമായി തന്നെ അതൃപ്തി പ്രകടമാക്കി. തുടർന്നും അത്തരത്തിലുള്ള അതൃപ്തിയുമായി പലരും രംഗത്തെത്തിയിട്ടുണ്ട്. ഇനിയും നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് എന്ന് പത്മകുമാർ പറഞ്ഞു വയ്ക്കുമ്പോൾ അടുത്ത ശ്രമം CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അനുനയിപ്പിക്കാനുള്ള ശ്രമം തന്നെയാണ്. അതിനായി CPM ജില്ലാ നേതൃത്വം ഒരുങ്ങുന്നു. അതിന്റെ ഭാഗമായിട്ട് രാജു എബ്രഹാം പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോകാം. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, രാവിലെ പത്മകുമാറിനെതിരെ പ്രതിരോധവുമായി എത്തിയ വ്യക്തിയാണ് രാജു എബ്രഹാം. ഇപ്പോൾ പത്മകുമാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി അദ്ദേഹം ആറന്മുളയിലെ പത്മകുമാറിൻ്റെ വസതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എപ്പോഴാകും കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഉയരുന്നത്
ഒരു സമവായ ശ്രമം തന്നെയായിരിക്കുമോ? അനുനയത്തിനുള്ള നീക്കം തന്നെയാണോ CPM രാജു എബ്രഹാമിലൂടെ നടത്തുന്നത്? രോഹിണി, തീർച്ചയായും ഒരു അനുരഞ്ജന ശ്രമം തന്നെ എന്ന് വേണം വിലയിരുത്താൻ. കാരണം CPM-ൽ പതിവില്ലാത്ത ഒരു കൂടിക്കാഴ്ചയാണിത്. എന്തെങ്കിലും പാർട്ടിക്ക് എതിരെ ആരെങ്കിലും പരസ്യ പ്രതികരണങ്ങൾ നടത്തിയാൽ സാധാരണ ജില്ലാ കമ്മിറ്റി മുതലുള്ള സംഘടനാ ഘടകങ്ങളിൽ ചർച്ച ചെയ്ത് നടപടിയെടുക്കുകയാണ് സാധാരണ പതിവ്. പക്ഷേ ഇവിടെ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് അദ്ദേഹത്തെ അനുരഞ്ജനത്തിലൂടെ പാർട്ടിയുടെ വരുതിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വീട്ടിലേക്ക് നേരിട്ട് എത്തിയിരിക്കുന്നു. ഇനിയുള്ള മണിക്കൂറുകളിൽ അനുരഞ്ജന ചർച്ചയായിരിക്കും ഉണ്ടാവുക. ഇത് സംബന്ധിച്ചിട്ടുള്ള ആദ്യഘട്ട കൂടിക്കാഴ്ചയാണ് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിലേക്ക് നേരിട്ടെത്തി നടത്തുന്നത്. നേരത്തെ പത്മകുമാർ പറഞ്ഞത് പാർട്ടി തനിക്കെതിരെ എന്ത് നിലപാടെടുത്താലും തനിക്ക് പ്രശ്നമല്ല, നിലപാടെടുക്കാൻ പാർട്ടിയെ വെല്ലുവിളിക്കുകയായിരുന്നു, പാർട്ടി തനിക്കെതിരെ നടപടിയെടുക്കാൻ വെല്ലുവിളിക്കുകയായിരുന്നു പത്മകുമാർ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ചെയ്തിരുന്നത്. പാർട്ടി സംവിധാനത്തിൽ ആരെങ്കിലും പരസ്യ പ്രതിഷേധം നടത്തിയാൽ, പരസ്യ പ്രതികരണം നടത്തിയാൽ പാർട്ടി നടപടിയെടുക്കും. അതാണ് വേണ്ടത്. താനല്ല ഏത് പ്രവർത്തകനായാലും ഏത് നേതാവായാലും സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് വിപരീതമായി സംഘടനാ ഘടകങ്ങളിലല്ലാതെ പരസ്യ പ്രതികരണം നടത്തിയാൽ നടപടിയാണ് എടുക്കേണ്ടത്. തനിക്കെതിരെ നടപടിയെടുക്കൂ എന്ന് ആവർത്തിച്ച് പറയുകയായിരുന്നു പത്മകുമാർ. അത് പാർട്ടിക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് തന്നെ വേണം വ്യാഖ്യാനിച്ചെടുക്കാൻ, വായിച്ചെടുക്കാൻ. ഇന്ന് ഇത്രയും മണിക്കൂറിന് ഇടയിൽ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുന്നു. തനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വൈകാരികമായ ഒരു അഭിപ്രായ പ്രകടനം, പാർട്ടിക്കുള്ളിൽ നീതിരഹിതമായ പ്രവർത്തനമുണ്ടായപ്പോൾ തന്നെ പോലുള്ള വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള പ്രവർത്തകന്മാരെ താഴ്ന്നുകൊണ്ട് പാർലമെന്ററി പാർട്ടി സംവിധാനത്തിൽ മാത്രം കഴിഞ്ഞ കുറച്ചു നാളായി പ്രവർത്തിച്ച വീണ ജോർജിനെ പോലെയുള്ളവരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയതിലുള്ള പ്രതിഷേധം വൈകാരികമായി താൻ ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രകടിപ്പിക്കുന്നു. അത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് പിൻവലിക്കുന്നു. പിന്നീട് മാധ്യമങ്ങളിൽ കൂടി തന്റെ നിലപാട് അതേ രീതിയിൽ തന്നെ ഉറപ്പിക്കുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹം പിന്നീട് പറഞ്ഞത് മുഴുവൻ തനിക്കെതിരെ പാർട്ടി നടപടിയെടുക്കൂ എന്നായിരുന്നു. അത് പാർട്ടിക്കെതിരെയുള്ള ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. നടപടിയെടുത്താലും തനിക്ക് പ്രശ്നമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയായിരുന്നു ആ പ്രതികരണങ്ങളിലൂടെയെല്ലാം തന്നെ. ഇപ്പോൾ ഈ ഇദ്ദേഹത്തെ അനുരഞ്ജന ശ്രമത്തിലൂടെ വരുതിക്ക് കൊണ്ടുവരുന്നതിനായി പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ ശ്രമങ്ങൾ ഉണ്ടായേക്കുമെന്ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം രാവിലെ ചില സൂചനകൾ നൽകിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ രാജു എബ്രഹാം വ്യക്തമാക്കിയത് ഇന്ന് തന്നെ കൂടിയാലോചനകൾ ഉണ്ടാകും, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു. ഇന്ന് ഉച്ചയോടെ അല്പസമയം മുൻപ് രാജു എബ്രഹാം നേരിട്ട് ആറന്മുളയിലെ വീട്ടിലേക്ക് എത്തുന്നു. ഇനി അനുരഞ്ജന ശ്രമത്തിലൂടെ ഇദ്ദേഹത്തെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? പാർട്ടി തനിക്ക് മാത്രമല്ല പാർട്ടിയിൽ ഇത്തരത്തിലുള്ള അതൃപ്തിയുള്ളത്. ഒട്ടനവധി ആളുകൾ ഇത്തരത്തിൽ പാർട്ടിയുടെ നീതിരഹിതമായ പ്രവർത്തനങ്ങൾക്കെതിരെ അതൃപ്തരാണ് എന്നുകൂടി പത്മകുമാർ പറഞ്ഞു വെച്ചിരുന്നു. താൻ തുറന്നു പറയാൻ തയ്യാറായി എന്ന് മാത്രമാണ്, പരസ്യ പ്രതിഷേധം അറിയിച്ചു എന്ന് മാത്രമാണ്. പക്ഷേ ഇതേ മാനസിക നിലയുള്ള പാർട്ടി നീതിരഹിതമായി പ്രവർത്തിക്കുന്നതിനെതിരെ, പാർട്ടിക്കെതിരെ കടുത്ത അമർഷമുള്ള ഒട്ടനവധി ആളുകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും കൂടി ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുകയോ അല്ലെങ്കിൽ സംഘടനാപരമായ നടപടിയെടുക്കൂ എന്ന് പത്മകുമാർ പറയുമ്പോൾ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പാർട്ടി പോയാൽ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാകും എന്നുള്ള ഒരു വിലയിരുത്തലിലൂടെയാകണം ഇപ്പോൾ ജില്ലാ നേതൃത്വം നേരിട്ട് ഇടപെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തി അനുരഞ്ജന ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് വേണം വിലയിരുത്താൻ. എന്തായാലും അടുത്ത 12-ാം തീയതി ഒരു ജില്ലാ കമ്മിറ്റി ചേരുന്നുണ്ട്. ആ ജില്ലാ കമ്മിറ്റിയിൽ ഇദ്ദേഹത്തിന്റെ ഈ പരസ്യ പ്രതികരണത്തിനെതിരെയുള്ള വിഷയങ്ങളടക്കം ചർച്ചയാക്കും. നടപടികൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ജില്ലാ കമ്മിറ്റിയുടെ ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കുമെന്നാണ് രാവിലെ രാജു എബ്രഹാം അറിയിച്ചത്. പക്ഷേ അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും പോകാനുള്ള സാധ്യത വിരളം എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ അനുരഞ്ജന ശ്രമങ്ങൾ ഉള്ളത്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ഒട്ടനവധി ആളുകൾ ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ അതൃപ്തി മനസ്സിൽ ഉളവാക്കിക്കൊണ്ട്, മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഒട്ടനവധി ആളുകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ ഒരു പ്രതിനിധി മാത്രമാവുകയായിരുന്നു താൻ തുറന്നു പറയാൻ തയ്യാറാവുകയായിരുന്നു താൻ എന്നും കൂടി പത്മകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. AK ബാലനെ പോലെ തനിക്കെതിരെ പ്രതികരിച്ച, കൊക്കിലൊതുങ്ങുന്നതിലധികം കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിച്ചവരുണ്ട് പാർട്ടിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരസ്യ പരിഹാസ രൂപേണയായിരുന്നു AK ബാലന്റെ അടക്കം പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ പത്മകുമാറിനെതിരെ വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് AK ബാലൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കേണ്ടത് തനിക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കാനിട്ടല്ല താൻ പ്രതികരണം നടത്തിയത്, നീതിരഹിതമായിട്ടുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് എതിരെയായിരുന്നു തന്റെ പ്രതികരണം. ഒരു പോയിന്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ വിമർശനങ്ങളെല്ലാം. അത് പ്രധാനമായിട്ടും വീണ ജോർജിനെ പോലെ പാർട്ടിയിലേക്ക് എത്തി സംഘടനാപരമായ
പ്രവർത്തന പരിചയങ്ങൾ ഒന്നുമില്ലാത്ത പാർലമെന്ററി പ്രവർത്തനം മാത്രമുള്ള മന്ത്രി പദവി മാത്രമുള്ള വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതവാക്കി എന്നുള്ളത് മാത്രം പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ വിമർശനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നത്. ഇതുപോലെ പാർട്ടിയിൽ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള സംഘടനാപരമായും പാർലമെന്ററി പരമായും രാഷ്ട്രീയപരമായും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒട്ടനവധി ആളുകൾ CPM-ൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇവരെല്ലാം തഴഞ്ഞുകൊണ്ട് പുതുമുഖമായിട്ടുള്ള പുതിയ പ്രവർത്തന പാരമ്പര്യ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ മാത്രം പാർട്ടിയിലേക്ക് എത്തിയ ആളുകളെ ഇങ്ങനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ഇന്ന് അദ്ദേഹം വിമർശനം പ്രധാനമായും ഫോക്കസ് ചെയ്തതും ഈ വീണ ജോർജിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു. എന്തായാലും വീണ ജോർജിനെ വിമർശിച്ചുകൊണ്ടുള്ള ഈ നിലപാടിനെ രാജു എബ്രഹാം രാവിലെ തള്ളിയിട്ടുണ്ട്. രാജു എബ്രഹാം പറഞ്ഞത് വീണ ജോർജ് പാർലമെന്ററി പരമായിട്ടും സംഘടനാപരമായിട്ടും മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ്, അതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തതിൽ തെറ്റില്ല എന്നുള്ള ഒരു ന്യായീകരണമായിരുന്നു രാജു എബ്രഹാം രാവിലെ അറിയിക്കുകയും ചെയ്തിരുന്നത്. ഇനി എങ്ങനെയാണ് അനുരഞ്ജന ശ്രമത്തിലൂടെ പത്മകുമാറിനെ പാർട്ടിയുടെ വരുതിയിലേക്ക് കൊണ്ടുവരുമോ, ഈ പ്രശ്നങ്ങൾക്ക് ശമനമുണ്ടാകുമോ, ഈ സംസ്ഥാന സമ്മേളനം തുടങ്ങി CPM-നുള്ളിൽ പൊട്ടിപ്പുറപ്പെട്ട ആ കലാപങ്ങളുടെ എല്ലാം തുടക്കം പത്മകുമാറിൽ നിന്നായിരുന്നു. പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിലെ CPM-ലെ പ്രബലരായിട്ടുള്ള പല നേതാക്കളും ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ഇതിനെല്ലാം ഒരു ശമനമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ CPM ജില്ലാ നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഒരു അനുരഞ്ജന ചർച്ച കൂടിക്കാഴ്ച ആറന്മുളയിലുള്ള ഈ പത്മകുമാറിന്റെ വീട്ടിലേക്ക് ജില്ലാ സെക്രട്ടറി നേരിട്ട് എത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് ഏത് രീതിയിൽ പരിഹരിക്കാനുള്ള CPM ജില്ലാ നേതൃത്വത്തിന്റെ ശ്രമങ്ങൾ ഫലപ്രദമാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കാനുള്ളത്. ശരി മിഥുൻ. പത്മകുമാറിനെ അനുനയിപ്പിക്കാൻ CPM ജില്ലാ നേതൃത്വം CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തുകയാണ്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. CPM സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതോടെ പാർട്ടിയിൽ പ്രതിസന്ധി രൂക്ഷമാകുകയാണ്. പത്മകുമാറിന്റെ പൊട്ടിത്തെറിയും P ജയരാജനോടുള്ള സഹതാപ തരംഗവും അപ്രതീക്ഷിത തിരിച്ചടിയായി. മുഖ്യമന്ത്രിക്കും മന്ത്രി മുഹമ്മദ് റിയാസിനും താൽപ്പര്യമുള്ളവരെ പാർട്ടി ഘടകങ്ങളിൽ തിരുകി കയറ്റിയെന്നാണ് പ്രധാന വിമർശനം. ജില്ലാ സമ്മേളനങ്ങളിൽ തുടക്കത്തിലുണ്ടായ വിമർശനങ്ങളെ മുളയോടെ നുള്ളി പിണറായി പാർട്ടിയിലെല്ലാം ഭദ്രമെന്നുറപ്പിച്ചായിരുന്നു സംസ്ഥാന സമ്മേളനത്തിന്റെ അവസാന പകൽ മുന്നേറിയത്. പത്മകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. പോസ്റ്റ് പിൻവലിച്ചെങ്കിലും വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ പത്മകുമാർ പരസ്യ നിലപാടെടുത്തതോടെ പാർട്ടി പ്രതിസന്ധിയിലായി. അവഗണിക്കണോ നടപടി വേണോ എന്നതിൽ തീരുമാനം ഉടനുണ്ടാകും. പിന്നാലെ 1/4 നൂറ്റാണ്ട് നീണ്ട അവഗണനയിൽ P ജയരാജൻ സംസ്ഥാന സമിതിയിൽ തന്നെ അതൃപ്തി രേഖപ്പെടുത്തിയതും പുറത്തുവന്നു. M സ്വരാജിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുമിട്ട് മകൻ ജയൻ രാജും കണ്ണൂരിലെ ജയരാജൻ ഫാൻസും രംഗത്ത് വന്നു. പ്രായപരിധിയോടെടുക്കുന്ന ജയരാജന്റെ രാഷ്ട്രീയ ജീവിതം സംസ്ഥാന സമിതിയിൽ തന്നെ അവസാനിപ്പിക്കാൻ പിണറായി കരുനീക്കിയെന്നാണ് നവമാധ്യമങ്ങളിലെ ചർച്ച. പത്മകുമാറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പോസ്റ്റുകളുണ്ട്. മന്ത്രി എന്നതിനപ്പുറത്തേക്ക് വീണ ജോർജിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമുണ്ടെന്ന ചോദ്യത്തിന് നേതൃത്വത്തിന് ഉത്തരമില്ല. പൊട്ടിത്തെറികൾക്ക് പിന്നാലെ CPM-ന്റെ പുതിയ നേതൃനിരയെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാകുന്നു. P ജയരാജനെ അവഗണിച്ച് ജൂനിയറായ MV ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയതും AK ബാലന്റെ ഒഴിവിൽ MB രാജേഷിന് അർഹതയുള്ള സെക്രട്ടേറിയറ്റ് അംഗത്വം നൽകാത്തതിലുമാണ് ഏറ്റവും വലിയ മുറുമുറുപ്പ്. തിരുവനന്തപുരം, തൃശൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ നിന്നാരും സംസ്ഥാന സെക്രട്ടേറിയറ്റിലില്ല. ടൂറിസം വകുപ്പിനെ വിമർശിച്ചത് കടകംപള്ളി സുരേന്ദ്രന് തിരിച്ചടിയായി. എറണാകുളത്ത് നിന്നും N മോഹനൻ സെക്രട്ടേറിയറ്റിലെത്തിയത് മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെ. മുഖ്യമന്ത്രിക്കും മന്ത്രി മുഹമ്മദ് റിയാസിനും താൽപ്പര്യമുള്ളവരെ സെക്രട്ടേറിയറ്റിൽ കുത്തിനിറച്ചെന്ന വിമർശനങ്ങൾ വെറും വിമർശനങ്ങൾ മാത്രമല്ലെന്ന് സാരം. ജനം, തിരുവനന്തപുരം. CPM-നെതിരെ നിലപാട് ആവർത്തിച്ച പാർട്ടി മുതിർന്ന നേതാവ് പത്മകുമാർ. നീതിരഹിത സംസ്ഥാന കമ്മിറ്റിയാണ് പാർട്ടിയുടേതെന്ന് പത്മകുമാർ നിലപാട് ആവർത്തിച്ചു. സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയ വീണ ജോർജിനും മുതിർന്ന നേതാവിന്റെ രൂക്ഷ വിമർശനം. പാർട്ടി സംസ്ഥാന കമ്മിറ്റി പോലൊരു ഘടകത്തിലേക്ക് എടുക്കുമ്പോൾ അത് മാത്രമാകരുത് മാനദണ്ഡമെന്നേ പറഞ്ഞുള്ളൂ. കാരണം വർഷങ്ങളായി പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ബാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ മറുപടി പറയുമ്പോൾ ഒരു പത്മകുമാറിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പത്മകുമാർ മാത്രമല്ല, ആ മാനസികാവസ്ഥയുള്ള ഒട്ടേറെ പേരുണ്ടാവും. പാർട്ടി ജില്ലാ കമ്മിറ്റി എൻ്റെ ഘടകം എന്നുള്ള നിലയ്ക്ക് ഇപ്പം ഞാൻ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. പരിശോധിച്ചിട്ട് എൻ്റെ ഭാഗത്ത് തെറ്റെങ്കിൽ എൻ്റെ പേര് നടപടി എടുക്കണം. നടപടി എടുത്തില്ലെങ്കിൽ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതാകും. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ച് അവൻ്റെ അഭിപ്രായങ്ങൾ നിർഭയമായി പറയേണ്ടത് അവൻ്റെ പാർട്ടി കമ്മിറ്റിയിലാണ്. ആ പാർട്ടി കമ്മിറ്റിയിലല്ലാതെ പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തെ പെശക്. അത് പെശകാണെന്ന് തന്നെ എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് ഏത് നടപടി പാർട്ടി എടുത്താലും അത് സ്വീകരിക്കാൻ തയ്യാറാണ്. അത് ബാലേട്ടൻ പറഞ്ഞതുപോലല്ല, ബാലേട്ടൻ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണ്. P ജയരാജനെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാതിരിക്കാൻ കാരണമായത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ കത്തെന്ന് സൂചന.
ജയരാജന് കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന കണ്ണൂർ CPM ജില്ലാ കമ്മിറ്റി മുൻ അംഗം മനു തോമസിന്റെ ആരോപണത്തിലാണ് സംസ്ഥാന കമ്മിറ്റിക്ക് ജില്ലാ നേതൃത്വം കത്ത് നൽകിയത്. പി ജയരാജന്റെ പ്രായം 72-ലെത്തി. അടുത്ത സമ്മേളനമാകുമ്പോൾ 75 ആകും. 27 വർഷമായി സംസ്ഥാന കമ്മിറ്റിയിലുള്ള ജയരാജന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്താൻ ഇനിയൊരു അവസരമില്ല. ഇതിനെല്ലാം കാരണം സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി പി ജയരാജന് ബന്ധമുണ്ടെന്ന ആരോപണങ്ങളാണെന്നാണ് സൂചന. മുൻ DYFI നേതാവ് മനു തോമസ് പാർട്ടി വിടുന്ന സമയത്ത് ജയരാജനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ജയരാജന് ബന്ധമുണ്ടെന്നായിരുന്നു ആരോപണം. പി ജയരാജൻ ഇതിനെതിരെ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രതികരണം നടത്തിയത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നായിരുന്നു ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ജില്ലാ സമ്മേളനത്തിൽ ഇക്കാര്യത്തിൽ ജയരാജനെതിരെ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കത്തും ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ മറുപടി പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. കൊലപാതക കേസുകളിൽ പ്രതിയായിട്ടും വിവാദങ്ങൾ ഏറെയുണ്ടായിട്ടും സൈബർ സഖാക്കൾക്കിടയിൽ താരപരിവേഷമുണ്ടായിരുന്ന പി ജയരാജന് തിരിച്ചടിയായത് വാഴ്ത്തുപാട്ടുകളാണെന്ന് കരുതുന്നവരുമുണ്ട്. ജനം, കണ്ണൂർ. CPM സ്ത്രീ വിരുദ്ധ പാർട്ടിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. 17-അംഗ സെക്രട്ടേറിയറ്റിൽ ഒരു വനിത മാത്രമാണുള്ളതെന്നും പട്ടികവർഗ്ഗക്കാരെ അവഗണിച്ചുവെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. അതേസമയം പത്മകുമാറുമായി ബന്ധപ്പെട്ട വിഷയം CPMന്റെ ആഭ്യന്തര കാര്യമാണെന്നും പത്മകുമാർ തന്നെ നിലപാട് വ്യക്തമാക്കട്ടെ എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിനെത്തിയ വേളയിലായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് BJP കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ ചേർന്നത്. CPMലെ പാർട്ടി ഘടകം എന്ന് പറയുന്നത് പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും പുകഴ്ത്തുന്നവരുടെ ഒരു ഉപജാപക സംഘമാണ്. അതായത് പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും സ്തുതി പാടുന്നവരെ മാത്രമാണ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 17-അംഗ സെക്രട്ടേറിയറ്റിൽ ഒരു വനിതയാണുള്ളത്. കേരളത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ടർമാർ സ്ത്രീകളാണ്. ഒരു വനിതയാണ് CPMന്റെ സെക്രട്ടേറിയറ്റിലുള്ളത്. ഒരൊറ്റ പട്ടികജാതിക്കാരനില്ല. ഇതൊന്നും മാധ്യമങ്ങൾ കാണുന്നേയില്ല. CPM വലിയ എന്തോ വിപ്ലവകരമായ തീരുമാനമെടുത്തു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അവിടെ എന്ത് പ്രകടമായിട്ടുള്ള മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്? ആശാവർക്കർമാരുടെ വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ച് ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖ ശർമ്മ. തൊഴിലിനനുസരിച്ചുള്ള വേതനം ആശമാർക്ക് ലഭിക്കുന്നില്ലെന്നും കേന്ദ്രം ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഓണറേറിയം പലപ്പോഴും കിട്ടാറില്ലെന്നും രേഖാ ശർമ്മ പറഞ്ഞു. ലോക്സഭയിൽ KC വേണുഗോപാലും VK ശ്രീകണ്ഠനും വിഷയം ഉന്നയിച്ചു. ഗൗതം ചേരുന്നു. ഗൗതം, കൂടുതൽ വിശദാംശങ്ങൾ. ദേശീയ വനിതാ കമ്മീഷന്റെ മുൻ അധ്യക്ഷ കൂടിയായിട്ടുള്ള രേഖാ ശർമ്മ നിലവിൽ BJP നോമിനേറ്റ് ചെയ്തിട്ടുള്ള രാജ്യസഭാ അംഗമാണ്. രേഖാ ശർമ്മയാണ് ഇന്നിപ്പോൾ രാജ്യസഭയിൽ ഈ കേരളത്തിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഉന്നയിച്ചത്. ആശാ വർക്കർമാർക്ക് കൃത്യമായ വേതനങ്ങൾ ലഭിക്കുന്നില്ല, ഒപ്പം മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുന്നില്ല. കൂടുതൽ പണിയെടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ജോലി സ്ഥലങ്ങളിൽ അവർക്ക് അവകാശങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ സാഹചര്യം ഇതാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഈ ആശാ വർക്കർമാർക്ക് കേരളത്തിലും മറ്റും ഉണ്ടാകുന്നത് എന്നാണ് രേഖാ ശർമ്മ ഇന്നിപ്പോൾ രാജ്യസഭയിൽ വ്യക്തമാക്കിയത്. ലോക്സഭയിലും കേരളത്തിൽ നടക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആശാ വർക്കർമാരുടെ 32 ദിവസം നീണ്ടു നിൽക്കുന്ന തുടരുന്ന സമരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടു. കോൺഗ്രസിന്റെ MP KC വേണുഗോപാലും, ആലപ്പുഴ MP KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ പാലക്കാട് നിന്നുള്ള MP തുടങ്ങിയവരാണ് ഇന്നിപ്പോൾ ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചത്. രോഹിണി. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യസഭയിലെ രേഖാ ശർമ്മയുടെ വാക്കുകളിലേക്ക് കൂടി. Sir, I urge the government to take immediate step to address the long-standing issue. ASHA workers must be provided with fixed monthly salary in addition to their incentives, ensuring fair compensation for their invaluable services. Moreover, they should be brought under the coverage of social security schemes such as employee state insurance, health insurance, to safeguard their future. There is also need to set up structured mechanism to review their wages periodically and address grievances related to the payment delays.
Honorable Chairman, sir, I urge the government to take decisive action and increase their salary to ensure that they continue to serve the nation without financial distress. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപേഷ് ഭാഗലിന്റെ വസതിയിൽ ED റെയ്ഡ്. ഭിലായിലുള്ള വസതിയിലായിരുന്നു പരിശോധന. മകന്റെ വസതി ഉൾപ്പെടെ ദുർഗ് ജില്ലയിലെ 14 ഇടങ്ങളിലും പരിശോധന നടത്തിയിരുന്നു. മദ്യനയ കുംഭകോണവുമായി ബന്ധപ്പെട്ട കേസടക്കം നിരവധി ആരോപണങ്ങൾ നേരിടുന്ന നേതാവാണ് ഭാഗൽ. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, 2018 മുതൽ 2023 വരെയുള്ള കാലയളവിൽ സ്വകാര്യ മദ്യവിതരണ കമ്പനിക്കാരിൽ നിന്നും മദ്യം വാങ്ങി സർക്കാർ ഔട്ട്ലെറ്റിൽ കണക്കിൽപ്പെടാതെ വിതരണം ചെയ്തതുവഴി 2161 കോടി രൂപയുടെ അഴിമതി നടന്നതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്തു. അന്നു മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുകയാണ്. ഇന്നിപ്പോൾ ഛത്തീസ്ഗഡിലെ 14 ഇടങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടന്നത്. ഭൂപേഷ് ഭാഗലിൻ്റെ വീട്ടിലും മകൻ ചൈതന്യ ഭാഗലിൻ്റെ വസതിയിലും റെയ്ഡ് നടന്നു. ഇതുകൂടാതെ ഇവരുമായി ബന്ധപ്പെട്ട വിവിധ ഓഫീസുകളിലും മറ്റ് ചില ഇവരുടെ സഹായികളുടെ വസതികളിലുമൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ പരിശോധന നടന്നത്. 14 ഇടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭൂപേഷ് ഭാഗലിൻ്റെ മന്ത്രിസഭയിൽ എക്സൈസ് മന്ത്രിയായിരുന്ന വ്യക്തിയെ കഴിഞ്ഞ ജനുവരിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ED അറസ്റ്റ് ചെയ്തിരുന്നു. 72 കോടി രൂപ അയാൾ ഈ മദ്യവിതരണക്കാരിൽ നിന്നും കൈപ്പറ്റി. അതിൽ ഭൂരിഭാഗം കോൺഗ്രസ് ഓഫീസ് നിർമ്മാണത്തിനും അതേപോലെ തന്നെ അയാളുടെ മകൻ്റെ വീട് നിർമ്മാണത്തിനുമായി ചെലവഴിച്ചതെന്നായിരുന്നു അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് 2161 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പുരോഗമിക്കുകയാണ്. നേരത്തെ ഈ പല അഴിമതികളിലും, അതായത് 2018 മുതൽ 23 വരെ ഇതുമായി ഈ ഭൂപേഷ് ഭാഗൽ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വലിയ അഴിമതികൾ ഛത്തീസ്ഗഡിൽ നടന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ഏജൻസികൾ ഈ അഴിമതികൾ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. രോഹിണി. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ വിവാദത്തിൽ പ്രതികരിച്ച SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഹിന്ദു ഐക്യം തകർക്കാൻ ഇറങ്ങിയവരാണ് ഈ കുലംകുത്തികളെന്നും ഇത്തരം പ്രവണതകൾ ഇനി ഉണ്ടാകാതിരിക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളുടെ ഐക്യം ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടം. ആ ഹിന്ദു ഐക്യത്തെ തകർക്കുവാൻ ഒരു കുലംകുത്തിയായിട്ട് ഇറങ്ങി തിരിച്ചവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷങ്ങളും. ഹിന്ദുക്കളുടെ ഐക്യം ആഗ്രഹിക്കുകയാണ്. CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാൻ ഒപ്പിട്ട് നൽകിയത് അപ്പോഴത്തെ അവസ്ഥയിൽ സംഭവിച്ചതാണെന്ന് മക്കൾ. പള്ളിയിൽ അടക്കിയാൽ മതി എന്ന് MM ലോറൻസ് പറയുന്ന വീഡിയോ ഹൈക്കോടതിക്ക് കൈമാറിയെന്നും മക്കളായ ആശ ലോറൻസും സുജാത ബോബനും മാധ്യമങ്ങളോട് പറഞ്ഞു. കിരൺ കുമാർ ചേരുന്നു വിവരങ്ങളുമായി. കിരൺ, MM ലോറൻസിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഏറ്റവും ഒടുവിലായി മക്കളായ ആശ ലോറൻസും ഒപ്പം സുജാത ബോബനും എന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചത്? രോഹിണി, മെഡിക്കൽ കോളേജിലേക്ക് പഠനാവശ്യത്തിനായിട്ട് വിട്ടുകൊടുത്ത തങ്ങളുടെ പിതാവിന്റെ ഭൗതികദേഹം അത് തിരികെ വേണമെന്നുള്ള ഒരു ആവശ്യം തന്നെ ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് MM ലോറൻസിന്റെ 2 പെൺമക്കൾ രംഗത്തെത്തിയത്. നേരത്തെ തന്നെ ഇവർ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നതാണ്. പിതാവിന്റെ ആഗ്രഹപ്രകാരം ഈ മൃതദേഹം പള്ളിയിൽ സംസ്കരിക്കണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചിരുന്നത്. അത് പിന്നീട് കോടതിയിലെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് പിതാവ് അത്തരത്തിലൊരു ആവശ്യപ്പെടുന്ന തരത്തിലുള്ള രേഖകൾ കൃത്യമായിട്ട് ഇവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് MM ലോറൻസ് ആവശ്യപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇവർ പുറത്തേക്ക്. ശരി കിരൺ, കൊച്ചിയിൽ നിന്ന് കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ രാജു എബ്രഹാം മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അത് പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ജില്ലയിൽ നിന്നും ഏത് ഭാഗത്തു നിന്നും ഒക്കെ വരാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് അങ്ങനെ ഒരു പ്രാദേശികമായിട്ടുള്ളൊരു അടിസ്ഥാനത്തിലല്ല സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ആളുകൾ വരുന്നത്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരാൻ യോഗ്യതയായവരുടെ എണ്ണം കൂടുതലുണ്ടോ കുറവാണ് അതോ എന്തായാലും? സംഘടനാപരമായി പത്തനംതിട്ട ജില്ല മെമ്പർഷിപ്പ് കുറവുള്ളൊരു ജില്ലയാണ്. അപ്പോൾ അത്തരം ഒരു ജില്ലയിൽ നമുക്ക് കൂടുതൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല. ഇപ്പം തന്നെ നമുക്കറിയാം വയനാടിൽ പത്തനംതിട്ട പോലെ തന്നെ മെമ്പർഷിപ്പ് കുറവുള്ള ജില്ലയാണ്. ആ ജില്ലയിൽ
പുതിയൊരു ജില്ലാ സെക്രട്ടറി വന്നപ്പോൾ നിലവിൽ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തെ ഒഴിവാക്കേണ്ടി വന്നു. കാരണം 3 പരിമിതപ്പെടുത്താൻ വേണ്ടിയാണ്. അതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രായോഗികമായി അതാണ് പാർട്ടിയുടെ ഒരു കീഴ്വഴക്കം. പ്രകോപനങ്ങൾ ഉണ്ടാക്കുക ഞങ്ങൾക്കങ്ങനെ തോന്നിയിട്ടില്ല. അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം സംബന്ധിച്ചാണ് നമ്മൾക്കത് സംഘടനാപരമായി, കാരണം അദ്ദേഹത്തിൻ്റെ ഘടകത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. പത്മകുമാറിനെ സംബന്ധിച്ച് ഞാൻ രാവിലെ തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം MLA എന്ന നിലയിൽ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്. ജില്ലയിൽ മാത്രമല്ല DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ സംസ്ഥാനം ഒട്ടാകെ നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ സത്യസന്ധമായി അദ്ദേഹം പ്രവർത്തിച്ച ആളാണ്. വലിയ കഴിവുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ തീർച്ചയായിട്ടും പാർട്ടിക്കൊപ്പം ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാന പ്രശ്നം. സ്ഥാനക്കയറ്റത്തിന്റെ മാനദണ്ഡം, അതായത് വർഗ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉപരി പാർലമെന്ററി സ്ഥാനം ഉള്ള ആളുകളെ മാത്രം അവരെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കുന്നു എന്നുള്ളൊരു വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അതിൽ പ്രധാനമായും മന്ത്രിമാരാകുമ്പോൾ നയപരമായ തീരുമാനമെടുക്കുന്ന ഒരു സമിതിയിൽ തീർച്ചയായിട്ടും അവർ ഉണ്ടാവേണ്ടതുള്ളത് കൊണ്ടാണ് അവരെ ക്ഷണിക്കപ്പെട്ട ആളുകളായിട്ട് പാർട്ടി എടുക്കുന്നത്. ഇപ്പോൾ രവീന്ദ്രനാഥ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം സംസ്ഥാന സമിതി അംഗമല്ലായിരുന്നു. അപ്പോൾ സംസ്ഥാന സമിതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവായി എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ അതാണ് കേരളത്തിൽ നയരൂപീകരണം നടത്തുന്ന ഒരു സമിതി സംസ്ഥാന സമിതിയാണ്. അപ്പോൾ ആ നിലയിൽ പാർലമെൻ്ററി രംഗം ചുമതലപ്പെട്ട വ്യക്തി എന്ന നിലയിൽ, കാരണം വീണ ജോർജിന് പാർലമെൻ്ററി രംഗത്താണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംഘടനാ രംഗത്ത് പ്രത്യേക ചുമതലകൾ ഞങ്ങൾ വീണ ജോർജിന് നൽകിയിട്ടില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് ഇനിയും വരുന്ന ദിവസങ്ങളിൽ പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെല്ലാം പരിശോധിച്ച് സംഘടനാപരമായ തീരുമാനമെടുക്കും. വീണ ജോർജിന്റെ വരവ് പല രീതിയിലുള്ള ഭിന്നതയ്ക്ക് ജില്ലയിൽ കാരണമായിട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് തന്നെ വീണ ജോർജിന്റെ ഒരിക്കലുമില്ല. അതെല്ലാം ഞങ്ങളുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പുമായി സംസാരിച്ച് അക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അയ്യോ, അതൊന്നും ഞാൻ ഇവിടെ മീഡിയയുടെ മുന്നിൽ പറയാൻ കഴിയുന്ന ഒരാളല്ല, പറയാൻ കഴിയത്തുമില്ല. സ്റ്റേറ്റ് സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി രൂപീകരണമൊക്കെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത് ആ യോഗത്തിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി അവലോകനം ചെയ്ത് ഉള്ള ഒരു രൂപീകരണമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് സംബന്ധിച്ച് സാധാരണഗതിയിൽ. സമ്മേളനത്തിന്റെ കാലത്തും വീണ ജോർജ് മന്ത്രിയായിരിക്കില്ലേ? അന്ന് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് ഉൾപ്പെടുത്താതിരുന്നത്? അത് സംസ്ഥാന സെക്രട്ടറി മറുപടി പറയേണ്ട ഒരു പ്രശ്നമാണ്. ഞാൻ മറുപടി പറയേണ്ട ഒരു പ്രശ്നമല്ല. എന്തുകൊണ്ടാണ് അംഗസംഖ്യ ശരിയായിരുന്നോ, എന്താണ് കാരണം നമുക്ക് അറിഞ്ഞുകൂടാ. അംഗസംഖ്യയ്ക്ക് ഒരു പ്രശ്നമാണ്. എന്തായാലും അദ്ദേഹം ഉയർത്തിയ വിഷയം ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യും, സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ഞാൻ സൂചിപ്പിച്ചു, സംഘടനാപരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് സംഘടനാപരമായിട്ട് തന്നെ ചർച്ച ചെയ്യും. പത്മകുമാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജു എബ്രഹാം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട്. നാളെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വരുന്ന 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട്. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. എങ്ങനെയാണ് വിവരങ്ങൾ? രോഹിണി, ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനുമുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 5 ദിവസത്തേക്ക് മഴയ്ക്ക് അതിശക്തമായ മഴ തന്നെയായിരിക്കും കേരളത്തിലുടനീളം ഉണ്ടാകാൻ പോകുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. മാർച്ച് 11 നാളെ 3 ജില്ലകൾ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115
0.5 മില്ലിമീറ്റർ മഴ ലഭ്യമാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ശക്തമായ മഴ കാറ്റോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് സംസ്ഥാനത്ത് 4 ജില്ലകളിൽ നേരിയ തോതിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നാളെ മുതൽ 5 ദിവസത്തേക്ക് ശക്തമായ മഴയ്ക്കും അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നാണ് നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഉയർന്ന തിരമാലകളടക്കം കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുകൂടി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. നാളെ നേരിയ തോതിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് മഴയ്ക്ക് സാധ്യത എന്നാലും താപനിലയിൽ ഉള്ള കുറവ് അല്ലെങ്കിൽ വർധനവിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നുകൂടി നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. നാളെ 11:30 മുതലാണ് ഈ ഒരു മഴയ്ക്കുള്ള സാധ്യത. രാവിലെ 8:30 മുതൽ രാത്രി 11 വരെ തുടർച്ചയായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു കൂടി നമുക്കിപ്പോൾ വ്യക്തമാകുന്നുണ്ട്. രോഹിണി. ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ ഇടപെട്ട ഗവർണർ രാജേന്ദ്ര അർലേക്കർ DGPയോട് റിപ്പോർട്ട് തേടി. നിലവിലെ സാഹചര്യവും സ്വീകരിച്ച നടപടികളും വിശദീകരിക്കണമെന്നും ഗവർണർ സംസ്ഥാനത്തെ ക്യാമ്പസുകളിലെ ലഹരി മരുന്ന് ഭീഷണി എങ്ങനെ നേരിടാമെന്നത് ചർച്ച ചെയ്യാൻ VCമാരുടെ യോഗം വിളിച്ച് ഗവർണർ. സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഗവർണർ ഇടപെടുന്നത്. നിലവിലെ സാഹചര്യവും സ്വീകരിച്ച നടപടികളും വിശദീകരിക്കണമെന്നും ഗവർണർ. വിഷയത്തിൽ ഗവർണർ DGPയോട് റിപ്പോർട്ട് തേടി. സംസ്ഥാന വ്യാപകമായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി DGP അറിയിക്കണമെന്നും നിർദ്ദേശം. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷമാകും റിപ്പോർട്ട് ഗവർണർക്ക് DGP കൈമാറുക. മുഖ്യമന്ത്രിയുമായും ഗവർണർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്തെ സ്കൂൾ, കോളേജ് ക്യാമ്പസുകളിൽ ലഹരി മരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലഹരി ഭീഷണി എങ്ങനെ നേരിടാമെന്ന് ചർച്ച ചെയ്യാനാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ വൈസ് ചാൻസലർമാരുടെ യോഗം വിളിച്ചത്. ഉച്ചയ്ക്ക് 2:30 യോഗം. കലാലയങ്ങളിലെ ലഹരി ഉപയോഗം തടയുന്നത് യോഗത്തിൽ ചർച്ചയാകും. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ പിടിമുറുക്കുന്നതിന്റെയും ലഹരി ഉപയോഗിച്ച ശേഷം വിദ്യാർത്ഥികൾക്കിടയിലെ സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലുമാണ് യോഗം ചേരുന്നത്. ലഹരി മരുന്നുകൾ ജീവിതത്തെ തകർക്കുന്ന ശക്തിയാണെന്ന് ഗവർണർ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും മയക്കുമരുന്ന് വ്യാപനം പ്രതിരോധിക്കാൻ എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചിരുന്നു. ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപകമായി പോലീസ്, എക്സൈസ്, മിന്നൽ പരിശോധനകളും വ്യാപക ബോധവൽക്കരണവും നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഗവർണർ VCമാരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം. പോലീസ്, എക്സൈസ് പരിശോധനകൾ ശക്തമായതോടെ ഉൾവലിഞ്ഞ് കൊച്ചിയിലെ ലഹരി മാഫിയ സംഘങ്ങൾ. കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളെ പ്രത്യേക ഹോട്ട്സ്പോട്ടുകളാക്കി പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. നേരത്തെ അടയാളപ്പെടുത്തിയ കൊച്ചി നഗരത്തിലെ 27 ഹോട്ട്സ്പോട്ടുകൾക്കൊപ്പം കൂടുതൽ സ്ഥലങ്ങൾ കൂടി ഹോട്ട്സ്പോട്ടുകളാക്കിയിട്ടുണ്ട്. MDMAയും ഹാഷിഷ് ഓയിലുമാണ് കൂടുതലും പിടികൂടുന്നത്. കൊച്ചി നഗരപരിധിയിൽ ശനിയാഴ്ച രാത്രി നടത്തിയ പരിശോധനയിൽ 77 ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. മദ്യപിച്ച് വാഹനമോടിച്ച 193 പേരും പിടിയിലായിരുന്നു. പരസ്യമായി മദ്യപിച്ചതിന് 26 പേരാണ് പിടിയിലായത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ വൻ MDMA വേട്ട. മട്ടാഞ്ചേരി ലഹരിക്കേസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് 1.5 കിലോയിലേറെ MDMA പിടികൂടി. മുക്കൂട് സ്വദേശിയായ മുളൻമടയ്ക്കൽ ആഷിഖിന്റെ വീട്ടിൽ നിന്നാണ് 1/2 കോടിയോളം രൂപ വിലമതിക്കുന്ന MDMA പിടികൂടിയത്. കാർഗോ വഴി ഒമാനിൽ നിന്നാണ് 1/2 കോടിയോളം രൂപ വില വരുന്ന MDMA എത്തിച്ചത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇന്ന് പുലർച്ചെയാണ് കരിപ്പൂർ മുക്കൂട് അയനിക്കാടുള്ള ആഷിഖിന്റെ വീട്ടിൽ നിന്ന് 1665 ഗ്രാം MDMA പിടികൂടിയത്. 40 പൊതികളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു ഇവ. ഒമാനിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആഷിഖ് വിമാനത്താവളങ്ങൾ വഴി കാർഗോയായാണ് ലഹരി നാട്ടിൽ എത്തിച്ചത്. മട്ടാഞ്ചേരി ലഹരി കേസിൽ പിടിയിലായ 8-അംഗ സംഘത്തിന് ലഹരി എത്തിച്ചു നൽകിയത് ആഷിഖ് ആയിരുന്നെന്ന് മലപ്പുറം SP R വിശ്വനാഥ് പറഞ്ഞു. വിദേശത്തുള്ള ലഹരിക്കടത്ത് കണ്ണികളെക്കുറിച്ചും കൂടുതൽ അന്വേഷിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മട്ടാഞ്ചേരി കേസിലെ പ്രതി മിസ്റ്റർ ആഷിഖ്, അയാൾക്ക് വന്നിരിക്കുന്ന ഒരു കൺസൈൻമെന്റ്, ഒരു കാർഗോ കൺസൈൻമെന്റ് കഴിഞ്ഞ ദിവസം അയാളുടെ വീട്ടിൽ ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് രഹസ്യ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകി റെയ്ഡ് നടത്തിയതിനകത്ത് കിട്ടിയിരിക്കുന്ന ഡിറ്റക്ഷനാണത്. അതിൽ ഇപ്പോൾ ഇത്രയും ഒരു മേജർ ക്വാണ്ടിറ്റി തന്നെ കിട്ടിയിട്ടുണ്ട്. ആ കേസിനകത്തും അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സോഴ്സ് എന്നുള്ള രീതിയിലാണ്. ഈ പറയുന്ന വ്യക്തി ഒമാൻ വർക്ക് എന്നാണ് പറയുന്നത്. വെരിഫൈ ചെയ്യേണ്ടതുണ്ട് എന്താണെന്നുള്ളത്. മാർച്ച് 6-ന് മട്ടാഞ്ചേരി പോലീസ് ആഷിഖിനെ മുക്കൂട്ടെ വീട്ടിൽ നിന്ന് പിടികൂടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ കരിപ്പൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും ആഷിഖിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. ലഹരി കടത്താൻ കൂടുതൽ പേരുടെ സഹായം ഉണ്ടായോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആഷിഖ് മറ്റൊരു ലഹരി കേസിൽ കൊച്ചിയിൽ റിമാൻഡിലാണ്.
ജനം മലപ്പുറം. കാസർഗോഡ് പൂവൽ മസ്തിക്കുണ്ടിൽ ലഹരി വിൽപ്പനയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയെന്നാരോപിച്ച് ഉമ്മയ്ക്കും മകനും ക്രൂരമർദ്ദനം. അഹമ്മദ് നിസാൻ, ഉമ്മ സൽമ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. 2 അംഗ ലഹരി സംഘമാണ് വീട്ടിലെത്തി ആക്രമിച്ചതെന്ന് സിനാൻ പറഞ്ഞു. പ്രതികൾക്കെതിരെ വിദ്യാനഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മസ്തിക്കുണ്ട് സ്വദേശി അഹമ്മദ് സിനാനും ഉമ്മയ്ക്കുമാണ് ലഹരി മാഫിയയുടെ മർദ്ദനത്തിൽ പരിക്കേറ്റത്. വീടിന് സമീപത്തെ MDMA കച്ചവടം പോലീസിനെ അറിയിച്ചതാണ് ലഹരി സംഘത്തെ പ്രകോപിപ്പിച്ചത്. ഇന്നലെ ഉച്ചയോടെ വീട്ടിലെത്തിയ 2 അംഗ സംഘം വീടടിച്ച് തകർക്കുകയും ഇരുമ്പുവടി കൊണ്ട് അഹമ്മദ് സിനാനെ മർദ്ദിക്കുകയും ചെയ്തു. ഇറങ്ങിയതിനു ശേഷം പിറ്റേ ദിവസമാണ് ഈ ഏട്ടനും വന്നിട്ട് ഞായറാഴ്ച ഇന്നലെ അവര് വന്നിട്ട് വീട് കയറി ആക്രമിക്കുന്നത്. ഈ 1.5 വർഷമായിട്ടും ഇവരെ ഈ സപ്ലൈ ചെയ്യാനും ഇതിനൊക്കെ ഉമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ സിനാനാണ് ഇൻഫർമേഷൻ ഞങ്ങൾക്ക് എത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് സിനാനെ മർദ്ദിച്ചത്. സിനാനൊന്നല്ല എത്തിച്ചത്, പക്ഷെ ആ പേര് പറഞ്ഞിട്ട് അയാളെ സംശയിച്ചിട്ടാണ് അയാൾ കയറി ആക്രമിച്ചത്. മർദ്ദനത്തിൽ സിനാന്റെ കൈക്കും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഉമ്മയുടെ കൈക്കും കാലിനും ആക്രമണത്തിൽ പരിക്കുണ്ട്. കർണാടക സ്വദേശികളായ നയാസ്, ഉമറുൽ ഫറൂഖ് എന്നിവരാണ് ആക്രമിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇരുവരും സഹോദരങ്ങളാണ്. പ്രതികൾക്കെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളുടെ ഉമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലഹരി വിൽപ്പനയിൽ ഉമ്മയ്ക്കും പങ്കുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ജനം, കോഴിക്കോട്. മലപ്പുറം താനൂരിൽ നാടുവിട്ട് പെൺകുട്ടികൾ മുംബൈയിലേക്ക് പോയ സംഭവത്തിൽ തുടരന്വേഷണത്തിനായി പോലീസ്. അന്വേഷണ സംഘം വീണ്ടും മുംബൈയിലേക്ക് പോകും. കുട്ടികൾ സന്ദർശിച്ച് മുംബൈയിലെ ബ്യൂട്ടി പാർലർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. മുംബൈയിൽ പ്രാദേശികമായി ആരെങ്കിലും കുട്ടികളെ സഹായിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, പറയൂ. രോഹിണി, കഴിഞ്ഞ ബുധനാഴ്ചയാണ് 2 പെൺകുട്ടികൾ, +2 പഠിക്കുന്ന 2 പെൺകുട്ടികൾ താനൂരിൽ നിന്നും നാടുവിട്ടത്. പിന്നീട് ഇവർ തൊട്ടടുത്ത ദിവസം മുംബൈയിലാണ് എത്തിയത്. ഇത്രയും ദൂരം ഇവർ സഞ്ചരിച്ച് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇവർക്ക് ഉണ്ടോ എന്ന കാര്യമെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇവർ നാടുവിട്ടപ്പോൾ ഈ 2 പെൺകുട്ടികളുടെ കൂടെയും ഉണ്ടായിരുന്ന ഒരു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എടവണ്ണ സ്വദേശിയായ അക്ബർ റഹീം എന്ന യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 പെൺകുട്ടികളും പിന്നീട് മുംബൈയിലെ CST എന്ന സ്ഥലത്ത് ഒരു ബ്യൂട്ടി പാർലറിൽ എത്തിയിരുന്നു. മലയാളി നടത്തുന്ന ഒരു ബ്യൂട്ടി പാർലറിൽ ആണ് ഇത്. അതായത് മുംബൈ നഗരത്തിൽ നിന്നും ഏറെ ദൂരെയുള്ള സ്ഥലത്താണ് ഈ ബ്യൂട്ടി പാർലർ ഉള്ളത്. ഈ പെൺകുട്ടികൾ എങ്ങനെ അവിടെ എത്തി എന്ന കാര്യമാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. കാരണം ഈ 2 പെൺകുട്ടികൾക്കും അവിടെയുള്ള ഭാഷ അറിയില്ല, മലയാളം മാത്രമാണ് അറിയുന്നത്. ഇംഗ്ലീഷും മറ്റ് ഹിന്ദി ഭാഷകളൊന്നും തന്നെ ഈ പെൺകുട്ടികൾക്ക് അറിയില്ല. പക്ഷെ എങ്ങനെ ഈ പെൺകുട്ടികൾ കൃത്യമായി തന്നെ മുൻപ് വിവാദമായ ഇതേ ബ്യൂട്ടി പാർലറിൽ എത്തി എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ഈ യുവാവിന് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടോ, അക്കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട്. പെൺകുട്ടികളെ അവിടെ എത്തിക്കാൻ ഏതെങ്കിലും പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത നേടുന്നതിന് വേണ്ടിയാണ് താനൂരിലെ പോലീസ് സംഘം ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു തുടരന്വേഷണം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം മുംബൈയിലേക്ക് തിരിച്ചിട്ടുണ്ട്. രോഹിണി. ശരി, ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്. അഭിഭാഷകയോട് ജഡ്ജി മോശമായി സംസാരിച്ചെന്ന വിവാദത്തിൽ കടുത്ത നടപടിയുമായി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷനുമായി ആലോചിക്കാതെ വിഷയത്തിൽ ചർച്ച നടത്തിയതിന് മുതിർന്ന അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തു. കൂടാതെ ജസ്റ്റിസ് ബദറുദ്ദീനെ കേരള ഹൈക്കോടതിയിൽ നിന്നും മാറ്റണമെന്നാവശ്യപ്പെടാൻ അസോസിയേഷൻ ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു. ഇതിനായി സുപ്രീംകോടതി ജസ്റ്റിസിന് കത്ത് നൽകും. ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുന്നിൽ ചാടി അമ്മയും 2 പെൺമക്കളും ജീവനൊടുക്കിയ സംഭവത്തിൽ അറസ്റ്റിലായ ഭർത്താവ് നോബി കുര്യാക്കോസിന്റെ ജാമ്യ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് നോബിയെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 28-നാണ് ഷൈനി, മക്കളായ ഇവാന, ഇഷാന എന്നിവർക്കൊപ്പം ട്രെയിനിനു മുന്നിൽ ചാടി ജീവനൊടുക്കിയത്. നോബി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും വിവാഹമോചന കേസിൽ സഹകരിക്കില്ലെന്നും പറഞ്ഞതാണ് യുവതിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കാസർഗോഡ് കാണാതായ 15-കാരിയെ ആഴ്ചകൾക്ക് ശേഷം മരിച്ച നിലയിൽ കണ്ട സംഭവത്തിൽ പോലീസിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. പെൺകുട്ടിയുടെ മാതാവ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. പെൺകുട്ടിയെയും അയൽവാസിയെയും മരിച്ച നിലയിൽ ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഒരു VVIPയുടെ മകളെയാണ് കാണാതായിരുന്നതെങ്കിൽ പോലീസ് ഇങ്ങനെയാകുമോ പ്രവർത്തിക്കുകയെന്ന് ചോദിച്ച കോടതി നിയമത്തിനു മുന്നിൽ VVIPയും സാധാരണക്കാരും തുല്യരാണെന്നും ചൂണ്ടിക്കാട്ടി. കേസ് ഡയറിയുമായി നാളെ കോടതിയിൽ ഹാജരാകാൻ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു.
സ്റ്റേറ്റ് കാരേജ് വിഭാഗത്തിലെ ബസ്സുകളിൽ ഇനി വാട്സപ്പ് നമ്പറുകൾ പ്രദർശിപ്പിക്കണം. പ്രത്യേക സ്റ്റിക്കറിൽ വാഹന ഉടമയുടെയും എൻഫോഴ്സ്മെന്റ് RTOയുടെയും നമ്പർ രേഖപ്പെടുത്തിയിരിക്കണം. ഗതാഗത മന്ത്രി വിളിച്ച യോഗത്തിലാണ് തീരുമാനം. കർശനമായി നടപ്പിലാക്കാൻ RTOമാർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം. അലക്ഷ്യവും അപകടകരവുമായ ഡ്രൈവിംഗ് മൂലം സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം. സ്റ്റേറ്റ് കാരേജ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എല്ലാ ബസ്സുകളിലും വാഹന ഉടമയുടെയും എൻഫോഴ്സ്മെന്റ് RTOമാരുടെയും വാട്സാപ്പ് മൊബൈൽ നമ്പറുകൾ രേഖപ്പെടുത്തിയ സ്റ്റിക്കറുകൾ പതിപ്പിക്കണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഇത് RTOമാർ ഉറപ്പുവരുത്തണമെന്നും ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. വാഹനത്തിന്റെ പിൻഭാഗത്തും ഉള്ളിൽ ഡ്രൈവറുടെ സീറ്റിന് പിന്നിലുമാണ് സ്റ്റിക്കറുകൾ പതിക്കേണ്ടത്. സ്റ്റിക്കറിന്റെ അളവുകൾ സംബന്ധിച്ചും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. വാഹന ഉപയോഗത്തിലുള്ള പരാതികൾ ദൃശ്യങ്ങൾ സഹിതം വാഹന ഉടമകളുടെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സ്റ്റിക്കറുകൾ സഹായിക്കുമെന്നാണ് അധികൃതരുടെ വാദം. നേരത്തെ KSRTC ബസ്സുകളിൽ സമാനമായ സ്റ്റിക്കറുകൾ പതിച്ചെങ്കിലും ജീവനക്കാരുടെ നിസ്സഹകരണം മൂലം പരാജയപ്പെട്ടിരുന്നു. പിന്നാലെയാണ് എല്ലാ സ്റ്റേറ്റ് കാരേജ് വാഹനങ്ങളിലും വാട്സാപ്പ് നമ്പറുകൾ സ്റ്റിക്കർ രൂപത്തിൽ പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശം. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ തുരുമ്പെടുത്ത് നശിക്കുന്നത് 26,195 വാഹനങ്ങൾ. വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങളാണ് സ്റ്റേഷനുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. നിയമസഭാ ചോദ്യത്തിനുള്ള മറുപടിയായി മുഖ്യമന്ത്രിയാണ് കണക്ക് വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ വാഹനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് ഒരു പുതിയ കാഴ്ചയല്ല. വിവിധ കേസുകളുടെ ഭാഗമായി പിടിച്ചെടുത്ത കാറും ബൈക്കും ലോറിയുമൊക്കെ തുരുമ്പെടുത്തും കാട് കയറിയുമൊക്കെ നശിച്ചു പോകുന്നതും പതിവ് തന്നെ. നിലവിൽ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി 26,915 വാഹനങ്ങൾ ഇങ്ങനെയുണ്ടെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിൽ പറയുന്നത്. തൃശൂർ ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലാണ് കൂടുതൽ. റൂറൽ സിറ്റി പോലീസ് ജില്ലകളിലായി ഈ ഗണത്തിലാകെ 4,951 വാഹനങ്ങളാണ് തൃശൂരിലുള്ളത്. 3,189 വാഹനങ്ങളുമായി പാലക്കാട് രണ്ടാമതുണ്ട്. എറണാകുളത്ത് 2,258 മലപ്പുറത്ത് 2,131 വാഹനങ്ങളും വിവിധ സ്റ്റേഷനുകളുണ്ട്. പോലീസ് ജില്ലകളുടെ കണക്കെടുക്കുമ്പോൾ തിരുവനന്തപുരം സിറ്റിയിലാണ് ഏറ്റവും കുറവ് വാഹനങ്ങൾ, 234 എണ്ണം മാത്രം. ഇത്തരം വാഹനങ്ങൾ സ്റ്റേഷനിൽ കൂട്ടിയിടുന്നത് ഒഴിവാക്കാനായി കേസുകളുടെ സാഹചര്യവും കോടതി നിർദ്ദേശവും പരിഗണിച്ച് ഉടമസ്ഥർക്ക് വിട്ടു നൽകാറുണ്ടെന്നും ലേലം ചെയ്യാറുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പറയുന്നു. അപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ MSTC പ്ലാറ്റ്ഫോം മുഖാന്തരം ഓൺലൈൻ ലേലം നടത്തുന്നതായും മുഖ്യമന്ത്രി നിയമസഭാ ചോദ്യത്തിനുള്ള ഉത്തരമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാല അനുവദിക്കുന്നതിനുള്ള സർക്കാർ നീക്കം UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി. 2003 UGC പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരം സ്വകാര്യ സർവകലാശാലകൾക്ക് ഒറ്റ ക്യാമ്പസ് മാത്രമേ പാടുള്ളൂവെന്ന ചട്ടവും ലംഘിച്ചു. സർവകലാശാല ആരംഭിച്ച് 5 വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ സംസ്ഥാനത്തിനകത്തോ പുറത്തോ ഓഫ് ക്യാമ്പസുകളോ സ്റ്റഡി സെന്ററുകളോ അനുവദിക്കാൻ പോലും പാടുള്ളൂവെന്നാണ് UGC ചട്ടം. ചട്ടം പാലിക്കാതെയുള്ള ബിൽ അംഗീകരിക്കരുതെന്ന് ഗവർണർക്ക് നിവേദനം. UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സ്വകാര്യ സർവകലാശാലകൾക്ക് മൾട്ടി ക്യാമ്പസ് അനുവദിക്കാമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് 2003 UGC പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരം സ്വകാര്യ സർവകലാശാലകൾക്ക് ഒറ്റ ക്യാമ്പസ് മാത്രമേ പാടുള്ളൂവെന്നാണ് ചട്ടം. സർവകലാശാല ആരംഭിച്ച് 5 വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ സംസ്ഥാനത്തിനകത്തോ പുറത്തോ ഓഫ് ക്യാമ്പസുകളോ സ്റ്റഡി സെന്ററുകളോ അനുവദിക്കാൻ പാടുള്ളൂവെന്നാണ് UGC ചട്ടം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഈ ചട്ടം മറികടക്കുന്നതിനാണ് മൾട്ടി ക്യാമ്പസ് അനുവദിക്കാൻ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നതെന്നാണ് ആക്ഷേപം. മൾട്ടി ക്യാമ്പസ് എന്നതിന് നിർവചനം ബില്ലിൽ ഒഴിവാക്കിയിട്ടുമുണ്ട്. മെഡിക്കൽ കോളേജുകളും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സ്വാശ്രയ എഞ്ചിനീയറിംഗ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുമുള്ള ചില കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് നിലവിൽ വിവിധ സർവകലാശാലകളിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ സ്ഥാപനങ്ങളെ സ്വകാര്യ സർവകലാശാലയിൽ കൊണ്ടുവരുന്നതിനാണ് മൾട്ടി ക്യാമ്പസ് എന്ന വ്യവസ്ഥ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നതിന് UDF സർക്കാർ തയ്യാറാക്കിയിരുന്ന റിപ്പോർട്ടിൽ സർവകലാശാല ഒറ്റ ക്യാമ്പസിൽ തന്നെ ആയിരിക്കണമെന്നും പട്ടണത്തിൽ 20 ഏക്കർ സ്ഥലവും ഗ്രാമപ്രദേശത്ത് 30 ഏക്കർ സ്ഥലവും വേണമെന്നും 50 കോടി രൂപ നിക്ഷേപിക്കണമെന്നും വ്യവസ്ഥ ചെയ്തിരുന്നു. അതിനു പകരം സർക്കാർ അനുമതിയോടെ കൂടുതൽ ക്യാമ്പസ് ആകാമെന്നുള്ള വ്യവസ്ഥയും സർവകലാശാല ആസ്ഥാനത്തിന് 10 ഏക്കർ ഭൂമി മതിയെന്നും വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്ത് ചില കോർപ്പറേറ്റ് മാനേജ്മെന്റുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണെന്നും ആക്ഷേപമുണ്ട്. അതേസമയം UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പാസാക്കുന്ന സ്വകാര്യ സർവകലാശാല നിയമം ഗവർണർ അംഗീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനവും നൽകി. ജനം, തിരുവനന്തപുരം. ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ അറസ്റ്റിലായ MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. കസ്റ്റഡി അപേക്ഷയും സത്യവാങ്മൂലവും നാളെ സമർപ്പിക്കും. താമരശ്ശേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിച്ചത്.
നിരോധനാജ്ഞയും സ്റ്റോപ്പ് മെമ്മോയും നിലനിൽക്കെ ഇടുക്കി പരുന്തുംപാറയിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതി. കഴിഞ്ഞ ദിവസം കയ്യേറ്റക്കാരൻ പരുന്തുംപാറയിലെ ഭൂമിയിൽ കുരിശു പണിതു. ഉദ്യോഗസ്ഥരുടെ ഒത്താശയിലും മൗനസമ്മതത്തോടെയുമാണ് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും പരുന്തുംപാറയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. പരുന്തുംപാറയിലെ ഏറ്റവും വലിയ കയ്യേറ്റക്കാരനായ സജിത്ത് ഈ കുരിശ് നിർമ്മിച്ചത് ഈ നിർദ്ദേശങ്ങളെല്ലാം മറികടന്ന്. ഈ മാസം 2-ാം തീയതിയാണ് പരുന്തുംപാറയിൽ കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ ജില്ലാ കളക്ടർ പീരുമേട് എല്ലാ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയത്. ഒപ്പം കയ്യേറ്റ ഭൂമിയിൽ പണികൾ നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ പരിശോധന നടത്താനും നിർദ്ദേശം നൽകി. ഇതുപ്രകാരം പരുന്തുംപാറയിലെ ഏറ്റവും വലിയ കയ്യേറ്റം നടത്തി കെട്ടിടങ്ങൾ പണിത തൃക്കൊടുത്താനം സ്വദേശി കൊട്ടാരത്തിൽ സജിത് ജോസഫിനും സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ഇത് മറികടന്നാണ് കയ്യേറ്റ ഭൂമിയിൽ ഇയാൾ കുരിശ് സ്ഥാപിച്ചത്. ഉദ്യോഗസ്ഥ ഒത്താശയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതെന്നത് വ്യക്തം. മറ്റൊരു സ്ഥലത്ത് നിർമ്മിച്ച കുരിശ് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയായിരുന്നുവെന്നും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നുമാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. എന്നാൽ നിയമലംഘനം നടത്തിയ സജിത്തിനെതിരെ പരാതി നൽകാൻ ഉദ്യോഗസ്ഥർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കുരിശിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. ഇതിനിടെ കഴിഞ്ഞയാഴ്ച പീരുമേട്ടിലെത്തിയ സജിത്ത് ജോസഫ് ചില റവന്യൂ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതായും വിവരമുണ്ട്. ധ്യാന കേന്ദ്രമാണ് പണിയുന്നതെന്നാണ് സജിത്ത് പ്രദേശവാസികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കയ്യേറ്റ ഭൂമിയിലെ കുരിശ് നിർമ്മാണവും. 2017 സൂര്യനെല്ലിയിലും ഇത്തരത്തിൽ കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചിരുന്നു. ഇത് പിന്നീട് ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കുകയാണ് ഉണ്ടായത്. പരുന്തുംപാറയിലെ വിഷയത്തിൽ ജില്ലാ ഭരണകൂടം എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. സുബിൻ തോമസ്, ജനം, ഇടുക്കി. മാർക്ക് കാർണി കാനഡയുടെ അടുത്ത പ്രധാനമന്ത്രിയാകും. ലിബറൽ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 85% വോട്ട് നേടി അദ്ദേഹം വിജയിച്ചു. ലിബറൽ പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഉടൻ പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കും. ജനുവരിയിൽ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ച ഒഴിവിലേക്കാണ് പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പിൽ 85.9% വോട്ട് നേടിയ മാർക്ക് കാർണി വിജയിച്ചു. വൈകാതെ അദ്ദേഹം പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കും. America is not Canada. And Canada never ever will be part of America in any way, shape or form. We didn't ask for this fight. We didn't ask for this fight. But Canadians are always ready when someone else drops the gloves. So the Americans, they should make no mistake, in trade as in hockey, Canada will win. അമേരിക്കയും കാനഡയും തമ്മിലുള്ള വിഷയങ്ങളിലെ നിലപാടുകൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയായത്. അമേരിക്കയുമായുള്ള വാണിജ്യ യുദ്ധം പരിഹരിക്കുക തന്നെയാണ് മാർക്ക് കാർണിയുടെ പ്രഥമ പരിഗണന എന്ന് വ്യക്തം. ഒക്ടോബർ 20 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മാർക്ക് കാർണി ആയിരിക്കും പാർട്ടിയെ നയിക്കുക. അമേരിക്കയുമായുള്ള വിവിധ വിഷയങ്ങൾ ഉൾപ്പെടെ വൻ വെല്ലുവിളികളാണ് മാർക്ക് കാർണിയെ കാത്തിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. SK ഹോസ്പിറ്റൽ, ടച്ചിങ് ഹ്യൂമൻ ലൈഫ്സ്, എടപ്പള്ളി, ട്രിവാൻഡ്രം. ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ. പൊങ്കാല സമയത്തെ പുഷ്പവൃഷ്ടിക്ക് വിമാനത്താവള അതോറിറ്റിയുടെ അനുമതി ലഭിച്ചു. ഒരു ദിവസം റൺവേ നിർമ്മാണം നിർത്തിവെച്ച് പൊങ്കാലയ്ക്ക് സഹായമൊരുക്കുമെന്നും എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. ക്ഷേത്ര ട്രസ്റ്റ് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ട്രസ്റ്റ് ബോർഡ് മെമ്പേഴ്സും പല രീതിയിലുള്ള കമ്മിറ്റികൾ കൂടി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം ഒരു പൂർണ്ണതയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇത്തവണ അത് സംസ്ഥാന സർക്കാരിൻ്റെ സപ്പോർട്ടും അദാനി എയർപോർട്ടിൻ്റെ അതോറിറ്റീസിൻ്റെ അകമഴിഞ്ഞ സപ്പോർട്ടും രാജീവ് ഗാന്ധി സെൻറ്റർ ഓഫ് ഏവിയേഷൻ ടെക്നോളജിയുടെ സപ്പോർട്ടും കൊണ്ട് ഇന്ന് രാവിലെ അതിനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഒരു ദിവസത്തേക്ക് പണി നിർത്തിവെച്ച് അന്നത്തെ ദിവസം പുഷ്പവൃഷ്ടി നടത്തുന്നതിലേക്കുള്ള സൗകര്യം അദാനി എയർപോർട്ട് ഒരുക്കി തരികയും ഇപ്പോൾ കളക്ടറുടെ ഫൈനൽ അപ്രൂവലിന് വേണ്ടി പോയിക്കുവാണ്. എന്നാലും വെർബലി അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.